ഗായങ്ങ് വിഷമം കൊണ്ട് തന്നെ മദ്യപിച്ച് റോഡിലൂടെ നടന്നു പോകുകയാണ്. ചിലരാകട്ടെ അവളുടെ അടുത്തൊക്കെ വന്നിട്ട് സംസാരിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ അവളും അവരെ ആരെ മൈൻഡ് ചെയ്യാതെ പോകുന്നു. അവൾ അങ്ങനെ നടന്ന് വഴിയിൽ വീണു പോകുമ്പോഴത്തേക്കും അവളുടെ കുട്ടിക്കാലവും കാണിക്കുന്നു. അവളുടെ അച്ഛൻ മദ്യപിച്ചതിന് ശേഷം ബോട്ടിൽസ് ഒക്കെ മേടിച്ചുകൊണ്ട് വരുവാനായിട്ട് അവളോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനെ പേടിയുണ്ടായിരുന്ന അവളും വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ഷെൽഫിന്റെ അകത്ത് കയറി ഒളിക്കുന്നു. അവളെ അയാൾ ഉപദ്രവിക്കാറുമുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അവളെ കണ്ടെത്തി കഴിയുമ്പോഴത്തേക്കും കൃത്യമായി തന്നെ അവിടെ നമ്മുടെ ഡെവിളും എത്തുകയാണ്. 10 വർഷം മുമ്പ് ഡെവിള് അയാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾക്ക് 100 മില്യൺ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെവിളും അപ്പോൾ തന്നെ ആ ഒരു പണമൊക്കെ അയാൾക്ക് നൽകി. അയാളും അപ്പോൾ തന്നെ ചൂതാട്ടമൊക്കെ നടത്തിയിട്ട് ആ ഒരു പണം മൊത്തത്തിൽ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അന്ന് അയാൾ മദ്യപിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ അയാൾക്ക് ഓർമ്മയും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ഓർമ്മയിലുണ്ടായിരുന്ന ഡെവിളാകട്ടെ അയാളുടെ ആത്മാവിനെയൊക്കെ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞതിന് ശേഷം അവന്റെ കൈയൊന്ന് ഞൊടിക്കുകയും അപ്പോൾ തന്നെ അയാൾ മരിച്ചു വീഴുകയും ചെയ്യുന്നു. എന്തായാലും ഗുവൺ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആ കുട്ടിയും അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. നീ എന്നെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നീ ഒരു മാലാഖയാണോ എന്നൊക്കെ ഗായങ്ങും അവനോട് ചോദിക്കുന്നു. മാലാഖമാർ ഒരിക്കലും നിന്നെ രക്ഷിക്കുവാനായിട്ട് വരികയില്ല, ഞാൻ മാലാഖയല്ല മറിച്ചൊരു ഡെവിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവന് നടക്കുകയാണ്. എന്നെയും കൂടി നീ കൂട്ടിക്കൊണ്ട് പോകാമോ എന്നൊക്കെ ഗായങ് അവനോട് ചോദിക്കുമ്പോഴത്തേക്കും കുട്ടികളുമായിട്ട് താൻ ഒരു ഡീലും നടത്തുന്നതായിരിക്കുകയില്ല എന്നൊക്കെയാണ് അവനും പറയുന്നത്. എനിക്ക് നന്നായി കുക്ക് ചെയ്യുവാനും ഡ്രസ്സ് അലക്കുവാനും ക്ലീൻ ചെയ്യുവാനും അറിയാം, അതുകൊണ്ട് തന്നെ എന്നെയും കൊണ്ട് പോകാമോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അന്ന് അവൻ അവളെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം അവനെ കണ്ടെത്തി അവന്റെ അടുത്തേക്ക് ചെല്ലുമെന്ന് അന്നേ അവൾ ഉറപ്പിച്ചതായിരുന്നു. അങ്ങനെ അവളും കരഞ്ഞുകൊണ്ട് നടന്നു വരുമ്പോഴത്തേക്കും വഴിയിൽ പോകുന്ന ഒരു കൂട്ടം ബോയ്സ് ഒക്കെ അവളെ കാണുകയാണ്. നിനക്കെന്ത് പറ്റി, ആരെങ്കിലും നിന്നെ തേച്ചോ? എന്തായാലും നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്റെ കൂടെ കൂടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ നിൽക്കുന്നത്. അയാളുടെ ശല്യം സഹിക്കാതെ ആകുമ്പോഴത്തേക്കും അവളും അയാളെ ഒന്ന് തല്ലുന്നൊക്കെയുണ്ട്. പിന്നീട് അയാളും അവളെ തല്ലുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഗുവോൺ അവിടെ എത്തി അയാളെ തടയുകയാണ്. വീണ്ടും അവളെ രക്ഷിക്കുവാനായിട്ട് ഗുവോൺ എത്തുമെന്ന പ്രതീക്ഷയ്ക്ക് അവൾക്ക് അല്ലെങ്കിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ട് അവർ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ നീ റിയലായിട്ട് വിവാഹം കഴിച്ചതായിരുന്നില്ലല്ലേ, എല്ലാം ഫേക്ക് ആയിരുന്നു അല്ലേ എന്നൊക്കെ ഗാങ് ചോദിക്കുമ്പോഴത്തേക്കും ബോക്കി നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ അവനും അതേ എന്നൊക്കെ മറുപടി പറയുന്നു. അങ്ങനെ ഇരിക്കെ സ്യോഖൂൺ തന്നെ ശല്യം ചെയ്തുകൊണ്ട് തന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ മോക്യുവിനെ അവനും അറിയിക്കുകയാണ്. അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കുറച്ച് പാടാണ്. എന്തായാലും അവൻ നമ്മളെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തി കാണുമോ എന്നൊക്കെ മോക്കി സംശയിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നൊരു വിശ്വാസമൊക്കെ ഗുവോണും ഉണ്ടായിരുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഡോഹി എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ ഗുവോൺ ആദ്യം പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യമൊക്കെ ബോക്യു കേട്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഡോഹിയല്ല മറിച്ച് ടാറ്റു എപ്പോഴും കൺമുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സമാധാനമൊക്കെ തനിക്കുണ്ടെന്നായിരുന്നു അവൻ തിരുത്തി പറയുന്നത്. ഗുവോണും അവന്റെ പവേഴ്സൊക്കെ മിന്നിമായുന്നത് കണ്ടിട്ടുണ്ടായിരുന്നുവെന്ന് മോക്യുവിനോട് പറയുകയാണ്. പെട്ടെന്ന് പവേഴ്സ് ഒന്നും വർക്കായില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പവേഴ്സൊക്കെ വർക്കായി. അതിന് പിന്നിലെ ട്രിക്ക് എന്താണെന്ന് തനിക്ക് മനസ്സിലായിട്ടില്ല എന്നൊക്കെ ഗുവോൺ അവനോട് പറയുന്നു. മാത്രമല്ല അന്നത്തെ ദിവസം മനുഷ്യനായിരുന്ന സമയത്തെ കുറച്ച് ഓർമ്മകൾ കൂടി സ്വപ്നത്തിലൂടെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നുവെന്നൊക്കെ മോക്യുവിനെ അറിയിക്കുകയാണ്. ഇപ്പോൾ നീ പവേഴ്സ് ഒന്നും ഇല്ലാതെ ഇരിക്കുകയാണ്, മാത്രമല്ല നിന്റെ മെമ്മറീസൊക്കെ തിരിച്ചെത്തി തുടങ്ങിയിരിക്കുന്നു. നീ കൂടുതലായിട്ട് മനുഷ്യനായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യനാകുമ്പോഴത്തേക്കും ഒരു പക്ഷെ നിന്റെ പവേഴ്സും ഇല്ലാതാകുന്നതായിരിക്കുമോ എന്നൊരു സംശയമൊക്കെ ബോക്യുവും അവനോട് ചോദിക്കുന്നു. ഇതൊന്നുമല്ലാത്ത തനിക്ക് കുറച്ച് ഇമോഷൻസും കൂടി വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഗുവോണും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഡോയോടുള്ള സ്നേഹത്തിനെ കുറിച്ചായിരുന്നു അവൻ ഉദ്ദേശിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ എത്രയും വേഗം എൻ്റെ ടാറ്റു ഒക്കെ തിരിച്ചു മേടിക്കുവാനായിട്ട് പോകുകയാണ്. അങ്ങനെ ടാറ്റു തിരിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പഴയ പോലെ പവർഫുൾ ആകുകയും എൻ്റെ പഴയ ഇമോഷൻസൊക്കെ എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യുമോ എന്നൊക്കെ മോക്യുവിൻ്റെ അടുത്ത് ഗുവോൺ ചോദിക്കുന്നു. സ്യോഖോണും ഗുവോണിന്റെ സ്ഥാപനത്തിന് മുമ്പിൽ പോയി നിൽക്കുന്നു. കില്ലറും ഇതേ സ്ഥാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഗുവോണിന്റെ റൂമിൽ പോലും അയാൾ കടക്കുന്നു. അയാൾ പല സ്ഥലത്തായിട്ട് ഓഡിയോ റെക്കോർഡറൊക്കെ വെക്കുകയാണ്. ഡെവിളിനെ കുറിച്ചുള്ള മാനുവലും അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇനി ഗുവോണും ആരും കാണാതെ ഒളിച്ചും പാത്തുമൊക്കെ ഡോഹിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ആരും കണ്ടില്ല എന്നൊക്കെ വിചാരിച്ച് അവൻ വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഡോഹി നേരത്തെ തന്നെ അവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഗുവോൺ വീട്ടിലേക്ക് വന്നില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഡോഹിയും കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നീ എന്നെക്കുറിച്ച് ഓർക്കാറൊക്കെ ഉണ്ട് അല്ലേ എന്നൊക്കെ ഗുവോൺ ചോദിക്കുമ്പോഴത്തേക്കും മനുഷ്യരങ്ങനെയാണ്, വീട്ടിലേക്ക് അവരുടെ പട്ടികൾ വന്നില്ലെങ്കിൽ പോലും അവർക്കൊരു വിഷമമൊക്കെ തോന്നുന്നതായിരിക്കുമെന്ന കാര്യം അവളും ഗുവോണിനോട് പറയുന്നു. ഗുവോണും ഇപ്പോൾ ചാർജൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡോഹിയുടെ കൂടെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് കിടക്കുകയാണെങ്കിൽ എല്ലാം ശരിയാകുമെന്ന വിശ്വാസമൊന്നും ഗുവോണിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഒന്ന് ട്രൈ ചെയ്താൽ നോക്കാമെന്ന രീതിയിലാണ് അവനിത് ചെയ്യുന്നത്.
ഇനി പുതിയ ഡീലൊക്കെ നടത്താറായി കാണുമെന്നൊരു സംശയമൊക്കെ ഡോഹിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഡീലൊക്കെ നടത്തേണ്ടതായിട്ട് വരികയാണെങ്കിൽ അവൻ്റെ ശരീരമൊക്കെ കത്തുവാൻ തുടങ്ങുന്നതായിരിക്കും. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു കത്തലും അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതായിരിക്കുകയില്ല തൻ്റെ പവേഴ്സൊക്കെ പോകുവാനായിട്ടുള്ള കാരണമെന്ന് അവനും ഉറപ്പിച്ചു പറയുന്നു. ഡോഹിയുടെ കൂടെ ഗുവൺ ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഉറങ്ങുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇനി ഗുവൺ ആകട്ടെ ഡെവിൾസ് ഒരിക്കലും ഉറങ്ങാറില്ല എന്നും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഉറങ്ങാതെ കിടക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും നേരം വെളുക്കുമ്പോഴത്തേക്കും രണ്ടുപേരും ഉറക്കമായിരുന്നു. ഗുവണും ഉറങ്ങിക്കിടക്കുന്ന ഡോഹിനെ നോക്കി കുറച്ചു നേരമൊക്കെ ഇരിക്കുന്നുണ്ട്. അവനും അവളോടുള്ള ആ ഒരു പ്രണയമൊക്കെ ഉടനെ തന്നെ ഇല്ലാതാകുമെന്നൊക്കെ അവൻ സ്വയം പറയുന്നു. അങ്ങനെ ഇരിക്കെ ഡോഹി പതിയെ കണ്ണൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്കും അവനും ഉറങ്ങുന്നത് പോലെയൊക്കെ അഭിനയിച്ച് കിടക്കുന്നു. പക്ഷെ അധികം വൈകാതെ തന്നെ അവനും കണ്ണു തുറക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുമ്പോഴത്തേക്കുമായിരുന്നു സെക്രട്ടറിയുടെ ഒരു കോളൊക്കെ അവൾക്ക് വരുന്നത്. ഒരു യൂട്യൂബ് ചാനലാകട്ടെ മാഡം ജോയുടെ സ്വത്തൊക്കെ തട്ടിയെടുക്കുവാനായിട്ട് മാഡം ജോനെ ഡോഹി കൊന്നതാണെന്നുള്ള രീതിയിലൊക്കെ ഒരു വീഡിയോ ഇടുകയാണ്. പക്ഷെ ആ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ഹിറ്റാക്കുകയും ഒരുപാട് ചാനൽസൊക്കെ ഇതേ വീഡിയോ തന്നെ ഇടുകയും ചെയ്യുന്നു. ഡോഹിയുടെ ഓഫീസിലുള്ള വർക്കേഴ്സിന് ഇതൊന്നും കണ്ടിട്ട് സഹിക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവരെല്ലാവരും മാറി മാറി ഈ ഒരു വീഡിയോസൊക്കെ കാണുകയും അതിൽ വരുന്ന ഓരോ കമൻസും നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അവർക്കൊക്കെ ലീഗൽ നോട്ടീസ് അയക്കുകയും ചെയ്യുന്നു. പ്രസ് പോലും ഇത് തെറ്റായിട്ടുള്ള വാർത്തയാണെന്ന് അറിഞ്ഞിട്ടും അതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജൂനിയറും വിവാഹത്തിൻ്റെ അന്നൊരു കാര്യമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. മാഡൻജുവിൻ്റെ മകളാകട്ടെ മാഡൻജുവിൻ്റെ മകനോട് എന്നാണ് നമ്മൾ ആ വാർത്തയൊക്കെ പ്രസിദ്ധീകരിക്കുവാനായിട്ട് പോകുന്നതെന്ന് ചോദിച്ചതായിരുന്നു ജൂനിയർ കേട്ടിട്ടുണ്ടായിരുന്നത്. അവർ മൊത്തത്തിലൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു ഈ ഒരു വാർത്തയൊക്കെ നേരത്തെ തന്നെ പ്രസിദ്ധീകരിക്കുകയായിരുന്നെങ്കിൽ അവരുടെ കമ്പനിക്ക് തന്നെ അത് വലിയൊരു നഷ്ടമായേനെ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനമൊക്കെ മകൻ സ്വയം ഏറ്റെടുക്കുകയും അതിനുശേഷം ഡോഹി ആരും അല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ മാഡജുവിനെ കൊന്നത് ഡോഹി ആയിരുന്നുവെന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രസിദ്ധീകരിക്കുവാനുമായിരുന്നു അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ലീഗൽ ആക്ഷൻസ് ഒക്കെ എടുക്കുവാനായിട്ട് സെക്രട്ടറി പോകുന്നു. സ്യോഹോണും ബോർഡ് മെമ്പേഴ്സിനൊക്കെ കാണുവാനായിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു ഫേക്ക് ന്യൂസൊക്കെ ആരാണോ ആദ്യം ഇട്ടത് നമുക്ക് അയാളെ പിടികൂടിയാൽ പോരെ എന്നൊക്കെ ഗുവണും ചോദിക്കുന്നുണ്ട്. അയാളെ കണ്ടെത്തി കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്യിക്കുക എന്നത് വളരെ നിസ്സാര കാര്യമൊന്നും അല്ല എന്നൊക്കെ സെഹൂണും പറയുന്നുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകുവാനുണ്ട് എന്നൊക്കെ ഡോഹിയും ഗുവണോട് പറയുകയാണ്. അങ്ങനെ ഇരിക്കെ സെക്രട്ടറി അവരുടെ റൂമിലേക്കൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത് സെഹൂണും കാണുന്നു. ഡോഹിയോടും ഗുവണോടും സംസാരിച്ചതിന് ശേഷം റൂമിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന അവനും പെട്ടെന്ന് റൂമിലേക്ക് തിരിച്ചു കയറി നോക്കുമ്പോഴത്തേക്കും അവിടെ ആരുമില്ല എന്ന സത്യമൊക്കെ അവൻ മനസ്സിലാക്കുകയാണ്. സുഗ്മിൻ ഷൂട്ടിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോഹി ഗുവണിനെ അവിടെ നിർത്തിയതിന് ശേഷം തനിച്ച് അയാളുടെ അടുത്തേക്കൊക്കെ പോകുന്നത്. എനിക്കൊരു വെഡ്ഡിങ് ഗിഫ്റ്റ് എന്ന രീതിയിലല്ലേ നീ ഈ ഒരു പ്രസന്റ് ഒക്കെ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നീ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് ഒക്കെ വല്ലാതെ താഴ്ന്നു പോകുകയില്ലേ എന്നൊക്കെ ഡോഹിയും അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ സത്യം ഒരിക്കലും നമുക്ക് മറച്ചു വെക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊരു മറുപടിയൊക്കെ ആയിരുന്നു സുഗ്മിനും അവൾക്ക് നൽകുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കും സത്യങ്ങൾ. അതുകൊണ്ട് തന്നെ നീ തികച്ചും ഈ ഒരു സമ്മാനമൊക്കെ അർഹിക്കുന്നുണ്ട് എന്ന് അവനും പറയുന്നു. പിശാചുക്കൾക്കാണ് താൻ ജന്മം നൽകിയതെന്നൊക്കെ മാഡൻജു തന്നെ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം മക്കളെക്കുറിച്ച് അമ്മേനെക്കാളും നന്നായിട്ട് മറ്റാർക്കും തന്നെ അറിയിക്കുകയില്ലല്ലോ. നീ ഒരിക്കൽ ജയിലിലൊക്കെ പോകുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിനക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്നായിരുന്നു മാഡൻജു വിശ്വസിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അവരുടെ വിശ്വാസം തെറ്റായി പോയെന്ന് അവളും പറയുന്നു. അന്ന് ആ വാഹനാപകടമൊക്കെ ശരിക്കും നീ മദ്യപിച്ച് അറിയാതെ ഉണ്ടാക്കിയതായിരുന്നോ അതോ നീ തികച്ചും അറിഞ്ഞുകൊണ്ട് അയാളെ കൊന്നതായിരുന്നോ എന്ന സംശയമൊക്കെ എനിക്ക് അന്നും ഇന്നും ഒരുപോലെ ഉണ്ടെന്നൊക്കെ ഡോഹിയും സുഗ്മിനോട് പറയുന്നു. അതൊക്കെ ഞാൻ നേരിൽ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സുഗ്മിനും കയ്യിലുണ്ടായിരുന്ന തോക്കൊക്കെ അവൾക്ക് നേരെ ചൂണ്ടുകയാണ്. അവളും അതൊന്നും കൂസലാക്കാതെ നടന്നു പോകുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യുന്നു. അത് കൊണ്ടത് ഡോഹിക്കിട്ടായിരുന്നില്ലെങ്കിൽ പോലും അവൾ വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. നീ ഫേക്ക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ പോലും റിയൽ ആയിട്ടുള്ള ഒരു ബോഡി ഗാർഡായിട്ട് അവളുടെ കൂടെ ഉണ്ടാക്കണം. എപ്പോൾ വേണമെങ്കിലും അവൾക്കൊരു മോശ സമയമൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നൊക്കെ സുഗ്മിനും അവരോട് പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.